നമുക്കിന്നൊരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാം. അത് ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. നമുക്ക് ഒരു കറിയും ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്തോ കറി വെക്കാം, പച്ചക്കറി ഒന്നും ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉള്ളിച്ചമ്മന്തി ഒരു മുട്ട പൊരിച്ചതോ മോരോ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ചോറിനാൻ. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനകത്ത് വേണ്ട ചേരുവകളും 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചിയുണ്ട്, ഇഞ്ചി അരിഞ്ഞിട്ടിട്ടുണ്ട്, 2 വെളുത്തുള്ളിയുണ്ട്, ഒരു കുടം തേണ്ട ഇതുപോലത്തെ ഒരു ചെറിയ കഷ്ണം നമ്മുടെ വാളംപുളി, കരിവേപ്പില, പിന്നെ ഈ മുളക്. ഇനി ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടും. നമുക്കിത് ഉണ്ടാക്കാം. ചെറുതായിട്ട് തീ ഒന്ന് വെച്ചിട്ട് നമുക്കാദ്യം ഒന്ന് ചൂടാവട്ടെ. പിന്നെ നമുക്ക് മുളകിടാം. എൻ്റെ മുളക് ഇച്ചിരി ഉണങ്ങിയത് പോലെ ഇരിക്കും, ഇല്ലാത്ത ഒരു കളർ. മുളക് തീർന്നു. മിക്കവാറും ഞങ്ങൾ ഇന്നത്തെ ചമ്മന്തി ഉണ്ടാക്കും. ദോശയുടെ കൂടെയൊക്കെ നല്ലതാണ്. മുളകൊന്ന് വേർത്ത് വരാൻ തുടങ്ങുമ്പം നമുക്ക് ഈ കൊച്ചുള്ളി അതിന് നല്ലത്. പക്ഷേ എനിക്ക് കൊച്ചുള്ളി ഇല്ല, തീർന്നു പോയി. അങ്ങനെ സവോള എടുക്കാം. സവോള എടുത്താലും നല്ലതാണ്, എന്നാലും ഇച്ചിരി കൂടി ടേസ്റ്റ് വരുന്നത് കൊച്ചുള്ളി എടുക്കുമ്പോൾ. എനിക്ക് കൊച്ചുള്ളി തീർന്നു പോയി, മേടിക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ചമ്മന്തിയാണ്, പക്ഷെ നേരത്തെ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. മുളക് നന്നായിട്ട് മൂത്ത് വീർത്തിട്ടുണ്ട്, നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇരിക്കുന്ന മുളകായതുകൊണ്ട് ഞാൻ കരിഞ്ഞൊന്നുമല്ല, ഇങ്ങനത്തെ ഒരു കളറായി മുളകിന്. ഞാൻ സപ്ലൈക്കോയിൽ നിന്ന് മേടിച്ചാൽ കാശിന് പറ്റില്ല കേട്ടോ. ഇതിനകത്ത് നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ഒരു ശകലം ഇഞ്ചി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം വാളംപുളി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് വഴലട്ടെ. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിനകത്തോട്ട് ശകലം ഉപ്പ് പൊടി ഇടാതെ. അപ്പം നമ്മൾ അരയ്ക്കുമ്പോഴത്തേന് ഉപ്പ് പൊടി ഇടല്ലേ കേട്ടോ. അപ്പം ഇതിന് ഉപ്പ് ഇട്ടതല്ലേ, അരയ്ക്കുമ്പോൾ ഉപ്പ് പൊടി ഇടരുത്, ഇട്ടാൽ കൂടിപ്പോവും. നല്ലതായിട്ടങ്ങ് മുരിഞ്ഞ് വരട്ടെ. ഒരു വഴലുമ്പോൾ ഒരു കളറുണ്ടല്ലോ, ഒരു കരിയരുത്. അല്ലാതെ നമുക്ക് സവാള വഴറ്റിയെടുക്കുമ്പോൾ അറിയാലോ, കൊച്ചുള്ളിയാണ് ഇനി ഏറ്റവും നല്ലത്. നമുക്ക് കറിയൊന്നും വെക്കാനായിട്ട് പച്ചക്കറിയോ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്കിതും ഒരു മോരോ തൈരോ ഒരു മുട്ട പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഉണക്കമീനുണ്ടെങ്കിലും ഞങ്ങളങ്ങനെയൊക്കെയാണ് കൂട്ടുന്നത്, അതുകൊണ്ട് പറയില്ല.
നമ്മുടെ ആ ഉള്ളി ഞാൻ വഴറ്റി വെച്ചില്ല, അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി പിന്നെ ആ പാത്രം കഴുകി ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അതിനകത്തോട്ട് ആ പാത്രം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കൂടെ കഴുകി ഞാൻ ഇച്ചിരി വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണം ഒഴിച്ച് നോക്കാം. നമുക്കിത് നന്നായിട്ട് അരയ്ക്കാം. ഇങ്ങനെ ഇരിക്കും ഇത് അരച്ച് വരുമ്പോഴത്തേന്. ഇങ്ങനെ ഇത് നമ്മളൊരു ഉള്ളിത്തോരൻ ഉണ്ടാക്കിയ ഒരു പാത്രമാണ്, ഈ പാനാണ്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് പിന്നെ മാറ്റി വെച്ചിട്ട് നമുക്കിതിനകത്തോട്ട് നമ്മുടെ ഉള്ളി ചമ്മന്തിക്ക് കടുക് വെക്കാം. ഈ ഉള്ളിത്തോരൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണം. ഇതെൻ്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു തോരനാണ്. അപ്പം ഇതും ചമ്മന്തി ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എണ്ണ ഒഴിച്ചാൽ നമ്മളത് വറുത്തെടുത്തേക്കുന്നത്, എന്നാലും ഇച്ചിരി എണ്ണ ഒഴിക്കണം. 2 കടുക് എണ്ണ ചൂടാകുന്നതിന് ഞാൻ കടുക് ഇട്ട് നിങ്ങൾ ചൂടായിട്ടേ ഇടാവും. നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേന് നമുക്കിതങ്ങോട്ട് ഇടാം. ഇത് എല്ലാം ഒന്ന് പൊട്ടട്ടെ. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന ഇത് അതിനകത്തിടണം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 2-3 ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളിത് പിന്നെ സ്പൂണിട്ട് എടുത്താൽ മതി, കൈയൊന്നും ഇടില്ലെന്നുള്ളതേക്ക്. നമ്മൾ കടുക് പൊട്ടി തീരുന്നില്ല, കടുക് കൂടുതലായിരുന്നു. കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. നമുക്കിത് ഇട്ടിടാം. ഇട്ടിട്ട് ഇച്ചിരി വെള്ളവും കൂടെ, ഈ ജാറ് കഴുകി ഇച്ചിരി വെള്ളവും കൂടി ഒഴിക്കാം. മൊത്തം അതിനകത്തിട്ട് ഈ ജാറ് കഴുകി വെള്ളം കൂടി ഒഴിക്കാവേ. ജാറൂടെ കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് തിളക്കട്ടെ. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. പുളി പിന്നെ നമ്മളൊരു കഷ്ണം ഇട്ടായിരുന്നല്ലോ, പുളി ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഈ ഒരു കളറിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് കൊള്ളത്തില്ലെന്ന്. ഇത് എൻ്റെ മുളകിൻ്റെ കുഴപ്പമോ, നിങ്ങൾ നല്ല മുളകിട്ട് എടുക്കണം. എൻ്റെ മുളക് അങ്ങനത്തെ ആയതുകൊണ്ട് ഈ കളർ വന്നതും. നിങ്ങൾ അല്ലാതെ നല്ല ചുമന്ന മുളകിടാണെങ്കിൽ ചുമന്ന തന്നെ ഇരിക്കും കറി. ഞാൻ സപ്ലൈക്കോയിൽ നിന്നാണ് ഈ മുളക് മേടിച്ചത്. അത് കാശിന് കൊള്ളത്തില്ല, അതുകൊണ്ട് അതിങ്ങനെ ആയിപ്പോയത് കേട്ടോ. നിങ്ങൾ നല്ല മുളകില്ലെങ്കിൽ മുളക് പൊടി ഇട്ടാലും മതിയായിരുന്നു, പക്ഷെ ഞാൻ മുളകിട്ട്, അതുകൊണ്ടാണ്. നമുക്ക് നോക്കാം. അതിന് ഉപ്പുണ്ട്, ആവശ്യത്തിന് ഉപ്പുണ്ട്, പുളിയുണ്ട്, എല്ലാം ഉണ്ട്. തിളയ്ക്കുന്നതുകൊണ്ട് നമ്മൾ വെള്ളം കൂടെ ജാറൂടെ കഴുകി ഒഴിച്ചുകൊണ്ട് ഇതൊന്ന് തിളയ്ക്കുകയും കൂടി ചെയ്യുവാണെങ്കിലേ അഴുക്കാകത്തില്ല. ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നല്ല ഒരു കറിയാണ്. ഇത് നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് ചെറിഞ്ഞ് വരുന്നുണ്ട്. ഈ സൈഡിലൊക്കെ ഒത്തിരി എണ്ണ ഉപയോഗിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഒരു സ്പൂൺ ഒഴിച്ച് നമ്മളത് വറുത്തെടുത്തിട്ട് പിന്നെ ചൂടാക്കി എണ്ണ ഒഴിച്ചാലും മതി. അപ്പോഴത്തേക്കും ജാറ് കഴുകി ഒഴിക്കേണ്ടതെന്നേ ഉള്ളൂ. ഞാനിത് 2 ദിവസത്തേന് ഇരിക്കും എനിക്കിത്, അതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചെണ്ണയുള്ള. ഇത് നല്ലൊരു ചമ്മന്തിയാണ്. മുളക് ചമ്മന്തിന്നോ ഉള്ളി ചമ്മന്തിന്നോ ഒക്കെ പറയാം. അതിൻ്റെ ഒരു കാരം വന്നത് എനിക്ക് ചുമ വന്നത്. നിർത്തുവാണേ. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണേ. താങ്ക് യു.